പൂരാവേശത്തിലാണ് തൃശൂർ നഗരം ഇപ്പോൾ. ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യമാണ് രാവിലെ പൂരപ്പറമ്പിനെ ആവേശം കൊള്ളിച്ചത്. കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ മടത്തിൽ വരവ് പഞ്ചവാദ്യം നടന്നു. വിവിധ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പും പൂരത്തിന് മാറ്റുകൂട്ടി. ഉത്സവപ്രേമികൾ ഇനി കാത്തിരിക്കുന്നത് ഇലഞ്ഞിത്തറ മേളത്തിനും കുടമാറ്റത്തിനുമാണ്. വൈകിട്ട് 5:30 കാഴ്ചയുടെ വിസ്മയമായ കുടമാറ്റം നടക്കും. ദുരന്ത പശ്ചാത്തലത്തിൽ കുടമാറ്റം അത് 15 മിനിറ്റായി ചുരുക്കിയിട്ടുണ്ട്. നിഖിൽ പ്രവേശിലേക്കാണ് ആദ്യം പോകുന്നത്. നിഖിൽ, വിസ്മയ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു പൂരത്തിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ്, രാവിലെ തിരുവമ്പാടി കണ്ണന്റെ ശിരസിലേറി തിരുവമ്പാടി ഭഗവതി എഴുന്നള്ളുകയും ആദ്യം 3 ആനകളുമായി ബ്രഹ്മസ്വം മഠത്തിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് പിന്നീട് കണ്ണനിൽ നിന്ന് മാറ്റി അതിനുശേഷം പിന്നീട് അവിടുത്തെ പൂജകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ നായ്ക്കനാലിൽ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ 7 ആനകളുടെ സാന്നിധ്യത്തിൽ വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുകയായി. ആ സമയമാകുമ്പോഴേക്കും അത് 15 ആനകളായി മാറും. ഒരുപക്ഷെ പൂരപ്രേമികൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ആഘോഷങ്ങളിൽ ഒന്നാണ്. രാവിലെ രാമന്റെ വരവിന് വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോഴുള്ള പിന്നീട് മഠത്തിൽ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇലഞ്ഞിത്തറ മേളം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. കൃത്യം ഈ ഇലഞ്ഞിത്തറ മേളം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ എത്തിച്ചേരാൻ വേണ്ടി ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾ നമുക്ക് കാണാം. പല ദേശങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നന്നായിരുന്നു, സൂപ്പറായിരുന്നു. ഞങ്ങൾ തൃശ്ശൂര് കാഞ്ഞാണി അടിപൊളിയാണ്. ചൂടൊന്നൊരു എന്ത് ചൂട്? ചൂടൊരു വിഷയമല്ല. വെടിക്കെട്ടി കല്ലുവല്ലി, വെടിക്കെട്ടി കല്ലുവല്ലി. എങ്ങനെ ഉണ്ടായിരുന്നു മഠത്തിൽ വരവ്? നിങ്ങളാണോ അവിടെ കിടന്ന് തുള്ളക്കാരനാ? ഒരുപാടധികം പൂരപ്രേമികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹായ്, മോളെന്ത് കാണാനാണ്? ആനെ കാണാനാണോ? എവിടുന്നേട്ടാ? കണ്ടശാങ്കടോ. ഇവിടെ തന്നെയാണ്. എന്താണ് ഏറ്റവും കൂടുതൽ ഈ പൂരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇവന്റ്? മഠത്തിൽ വരും. എങ്ങനെ ഉണ്ടായത്? കോങ്ങാട് മൊത്തം തകർത്തോ? പിന്നെ ആനനെ കണ്ട രമേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പൂരാവേശത്തിലാണ് തൃശൂർ. ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാറിലേക്ക് കൂടി പോകുന്നു. തെക്കേ ഗോപുരനടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ നെയ്ത്തലക്കാവലമ്മയാണ് എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നത്. നെയ്ത്തലക്കാവലമ്മ രാവിലെ തെക്കേ ഗോപുരനട ഇന്നലെ തുറന്ന നെയ്ത്തലക്കാവലമ്മ എറണാകുളം ശിവകുമാറിന്റെ മസ്തകത്തിലേറി എഴുന്നള്ളുകയാണ്. വീണ്ടും അതിലൂടെ വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം ഈ പറയുന്നത് പോലെ ഇവിടെ വന്ന് അഭിവാദ്യം ചെയ്തതിന് ശേഷം മടങ്ങിപ്പോകും. അതായത് നെയ്ത്തലക്കാവലമ്മയുടെ ഘടകപൂരം
ഇതിനകത്തേക്ക് കയറുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല ചൂടുണ്ട്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് കുടമാറ്റത്തിനും ഇലഞ്ഞിത്തറ മേളത്തിനും ഒക്കെ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇലഞ്ഞിത്തറ മേളം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. സ്വാഭാവികമായി അവിടെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സാധാരണ ഒരു ജനനിബിഡമാകാറുള്ള മേഖലയാണ്. പക്ഷേ അത്തരത്തിൽ കാര്യമായ രീതിയിലുള്ള ആളുകളുടെ ഒരു വലിയൊരു തള്ളിക്കയറ്റമൊന്നും ഈ മേഖലയിൽ കാണുന്നില്ല. കനത്ത ചൂടാണ്. അതിനപ്പുറത്തേക്ക് പരിപാടികളുടെ കാര്യങ്ങൾ വെട്ടിച്ചുരുക്കിയതിന്റെയൊക്കെ ഒരു കാരണം ഒരുപക്ഷെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. എന്തായാലും എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറ്റി നെയ്ത്തിലക്കാവിലമ്മ ആ തിടമ്പിലൂടെ ഇങ്ങോട്ട് എഴുന്നള്ളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നല്ല ചൂട്, അതായത് പൊള്ളുന്ന ചൂടാണ്. പക്ഷേ എന്നിട്ടും ആളുകൾ ഈ ഓരത്തും തണലത്തും ഒക്കെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. എവിടുന്നാ വരുന്നേട്ടാ? ചൂടൊന്നും ഒരു പ്രശ്നം. തെയ്യത്തിന്റെ നാട്ടിൽ നിന്ന് പൂരത്തിന്റെ നാട്ടിലേക്ക്. തെയ്യത്തിന്റെ നാട്ടിൽ നിന്ന് പൂരത്തിന്റെ നാട്ടിൽ. കണ്ണൂർ എവിടെയാ? കണ്ണൂർ തളിപ്പറമ്പിലാണ്. നല്ല ചൂടാണ്. നല്ല ചൂടാണ്. എപ്പോ എത്തി? ഇന്ന് കാലത്തെത്തിയോ? എങ്ങനെയുണ്ട് പൂരം? കണ്ട് ഇന്ന് രാത്രിയും കണ്ട് നാളെ രാവിലെ പൂരം എങ്ങനെയുണ്ട്? ആള് കുറച്ച് കുറവുണ്ട്. ഇതിന് മുമ്പ് ആഘോഷത്തിന് കുറവില്ല. അതെ, എറണാകുളം ശിവകുമാറാണെന്ന് തോന്നുന്നു. ഈ നെയ്ത്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയുടെ എറണാകുളം ശിവകുമാറാണ് വരുന്നെന്ന് തോന്നുന്നു. മൊത്തത്തിൽ കണ്ടപ്പോ നല്ല തീർച്ചയായും എത്രാമത്തെ പൂരാ? എങ്ങനെ ഇത് മൂന്നാമത്തെ തവണയാണ്. ആദ്യ തവണ. ഞാൻ ആദ്യ തവണയാണ്. നല്ല ആവേശമാണ് പറയുന്നത്. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ സി വിജയൻ, ഇലഞ്ഞിത്തറ മേളം തൊട്ടപ്പുറത്ത് നടക്കുകയാണ്. സ്വാഭാവികമായ എറണാകുളം ശിവകുമാറാണെന്ന് തോന്നുന്നു. ആന തെക്കേ ഗോപുര നടയിലൂടെ കടന്നു വരികയാണ്. ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരികയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഒരു വർണ്ണവിസ്മയം നമുക്ക് ആകാശത്ത് കാണാൻ കഴിയില്ല. കാരണം വെടിക്കെട്ടില്ല. കുടമാറ്റത്തിൽ ചെറിയ തോതിലുള്ള കുറവ് വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമാണ്. എന്തായാലും തെക്കേ ഗോപുര നടയിലൂടെ എറണാകുളം ശിവകുമാർ വന്ന് അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ അല്ലെങ്കിൽ ആളുകളെ കൂടിയുന്ന ആളുകളെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.